ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഭഗവാനെ, ഒരുപാട് പ്രതീക്ഷകളോടെ ഞാൻ ഈ മല കയറി വന്നത്. അങ്ങയുടെ മുൻപിൽ വരുന്ന എല്ലാ ഭക്തർക്കും അനുഗ്രഹം നൽകുന്ന ആളല്ലേ. എൻ്റെ സങ്കടത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിക്കാന്ന് കരുതിയോ? നിന്നേക്കാൾ മുമ്പേ ഈ ദീപം ഞാൻ അവിടുത്തെ കൽവിളക്കി കൊണ്ടുപോയി കത്തിക്കും, അനുഗ്രഹം വാങ്ങുകയും ചെയ്യും. എഴുന്നേറ്റായിരുന്നോ? എന്തൊരു ഉറക്കമായിരുന്നു. ഞാൻ എണീക്കില്ല നീ കരുതിയോ? ഒറ്റയ്ക്ക് ദീപം കത്തിച്ച് കൽവിളക്കി കൊണ്ടുപോയി വെച്ച് അനുഗ്രഹം വാങ്ങാന്ന് കരുതിയോ? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉള്ളതാ. ഈ വഴിപാട് പൂർത്തിയാക്കുന്നവർക്ക് മഹാദേവന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹം ഞാൻ തന്നെ വാങ്ങിക്കും. നല്ല കാറ്റാണല്ലോ തിരുമേനി. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കാറ്റില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പൂജ പൂർത്തിയാക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല. ഇവിടെ നിന്നും ഞാൻ കൊളുത്തിത്തരുന്ന ദീപം കാറ്റിലണയാതെ ആ കൽവിളക്കിൽ കൊണ്ടുപോയി കത്തിക്കണം. അത് കത്തിക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണ കുംഭം അഭിഷേകം ചെയ്യാനുള്ള അവസരം കിട്ടൂ. മഹാദേവനും പാർവതീദേവിയെ അനുഗ്രഹിച്ചാൽ പിന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. ഞാൻ ദീപം പകർന്നു തരാം. അനുഗ്രഹിക്കണേ. മനസ്സിൽ നാമജപമല്ലാതെ മറ്റൊരു ചിന്തയും പാടില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇയാളെങ്ങനെ അറിഞ്ഞു? പൂജാരി ആള് കൊള്ളാലോ. മനസ്സ് ശുദ്ധമായിരിക്കണം. അശുഭചിന്തകൾ ഒന്നും പാടില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല തിരുമേനി. ഇനി മറ്റു വല്ലവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോന്നറിയില്ല.